എഴുതാൻ പോവല്ലേ, അച്ഛനെ കാണാമെന്ന് പറഞ്ഞ് ഇവിടെ വന്നു. അപ്പം ഞങ്ങൾ രണ്ടുപേരാണ് എക്സാം എഴുതുന്നത്. അപ്പം ഉടമ്പടി എടുത്തത് ഞാൻ മാത്രം. അപ്പം എൻ്റെ കാര്യം മാത്രമേ എനിക്ക് അച്ഛനോട് പറയാൻ പറ്റത്തുള്ളൂ, എൻ്റെ കൂട്ടത്തിലുള്ള ആളുടെ കാര്യം പറയാൻ പറ്റില്ല. അപ്പം ഞാൻ മാതാവിനോട് പറഞ്ഞു, അങ്ങനെ എന്നെ മാത്രമായിട്ട് പാസ്സാക്കണ്ട, എൻ്റെ കൂട്ടത്തിലുള്ള എൻ്റെ ഫ്രണ്ടിനെയും പാസ്സാക്കണം. അച്ഛനോട് പറയാൻ എൻ്റെ കാര്യം മാത്രം ഞാൻ പറയുന്നില്ല. മാതാവ് രണ്ടുപേരുടെയും കാര്യം നടത്തി തരണമെന്ന് പറഞ്ഞു. ഞാൻ ഇവിടുന്ന് പോയി. അന്ന് വൈകിട്ട് ഞാൻ സ്വപ്നത്തിൽ കണ്ട് ഇവിടെ നിന്നൊരു സിസ്റ്റർ, ആ സിസ്റ്റർ എന്നെ ആ അൾത്താരയുടെ ഫ്രണ്ടിൽ നിന്ന് എന്നെ കൈ പിടിച്ചുകൊണ്ട് ഓടിച്ചുകൊണ്ട് ഇവിടെ ഈ മാതാവിൻ്റെ രൂപത്തിൻ്റെ അടുക്ക കൊണ്ടുവന്ന് കഴിഞ്ഞപ്പോഴത്തേക്കിനും എന്നോട് പറഞ്ഞു, അമ്മയ്ക്ക് ഉമ്മ കൊടുത്തോളാൻ പറഞ്ഞു. ഞാൻ കെട്ടിപ്പിടിച്ച് ഉമ്മ കൊടുത്ത് ഞാൻ എൻ്റെ ആവശ്യങ്ങളെല്ലാം ഞാൻ മാതാവിനോട് പറഞ്ഞ് ഞാൻ ഇവിടുന്ന് പോയി. അപ്പോഴേ എന്നോട് എൻ്റെ അമ്മ പറഞ്ഞു, നല്ലതിന് വേണ്ടിയിട്ടാണ്. ഞാൻ ഏത് എക്സാം എഴുതിയിട്ടുണ്ടോ 4th ഇയർ 4 വർഷവും ഞാൻ ഈ രൂപമായിട്ടേ ഞാൻ എക്സാം ഹാളിൽ ചെന്നിട്ട് എക്സാം എഴുതിയിട്ടുള്ളൂ. ഒരു ദിവസം 2nd ഇയറിൽ പഠിച്ചുകൊണ്ടിരുന്നപ്പോഴത്തേക്കിനും എക്സാം എനിക്ക് ഭയങ്കര പാടായിരുന്നു. PPG നഴ്സിംഗ് പഠിക്കുന്നവർക്കും ഇറങ്ങിയവർക്കും അറിയാം, ഫാർമക്കോളജി, പതോളജി, ജനറ്റിക്സ് 3 എക്സാമും നമ്മൾ എഴുതണം 2 മണിക്കൂറിനുള്ളിൽ. അപ്പം എനിക്ക് ഫാർമക്കോളജിയും പതോളജിയും എസ്സേ ഞാൻ അറ്റൻഡ് ചെയ്തിട്ടില്ല. എനിക്കറിയില്ലായിരുന്നു ക്വസ്റ്റ്യൻ. ഞാൻ പേടിച്ച് അവിടെ ഇരുന്ന് കരഞ്ഞ് ഞാൻ അറ്റൻഡ് ചെയ്തേ ഇല്ല. 5 മാർക്ക് തുടങ്ങി. 5 മാർക്കും ഞാൻ അതിൻ്റെ അകത്ത് എഴുതിയേക്കുന്നത് മൊത്തം തെറ്റാണ്. അപ്പം എനിക്ക് ഉറപ്പായിരുന്നു ഞാൻ ഫെയിലാവുമെന്ന്. ഞാൻ എൻ്റെ കയ്യിലിരുന്ന രൂപം ഞാൻ തിരിച്ചു വെച്ചു. ഇത്രയും എൻ്റെ അമ്മയപ്പം ഞാൻ എക്സാം എഴുതുമ്പോൾ ഇവിടെ വന്നിരുന്ന് പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു. എന്നിട്ടും എനിക്ക് എന്താ ഇങ്ങനെ എക്സാം പാടായി എന്ന് ഞാൻ ചിന്തിച്ച് അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്ക് റിസൾട്ട് വന്നപ്പോഴത്തേക്കിന് എല്ലാവരും, എൻ്റെ റൂമിലുള്ള എല്ലാവരും പേടിച്ച് എൻ്റെ റിസൾട്ട് ആദ്യം നോക്കി. കാരണം എസ്സേ ഒന്നും അറ്റൻഡ് ചെയ്തിട്ടില്ല, എന്തായാലും ഫെയിലാവും. റിസൾട്ട് വന്നപ്പോഴത്തേക്കിന് ആ ഇയറിൽ എനിക്ക് ഡിസ്റ്റിങ്ഷൻ തന്നെ തന്ന് എൻ്റെ മാതാവ് എന്നെ അനുഗ്രഹിച്ച്. അത് കഴിഞ്ഞ് ഞാൻ UAMOH എക്സാം എഴുതാൻ പോയപ്പോഴും 3 അവറാണ് എക്സാം ഉള്ളത്. അപ്പം ഫസ്റ്റ് അവർ ആയപ്പോൾ തന്നെ എൻ്റെ കൂട്ടുകാരി അവൾ ഇറങ്ങിപ്പോയി. അവൾക്ക് എക്സാം എളുപ്പമായിരുന്നു. എനിക്കാണെങ്കിൽ കാൽക്കുലേഷൻ വരരുതെന്ന് ആഗ്രഹിച്ച് 9 കാൽക്കുലേഷനാണ് വന്നത്. എനിക്കറിയില്ലായിരുന്നു. ഞാൻ അവിടെ ഇരുന്ന് 1 മണിക്കൂർ, അവൾ പോയപ്പോഴത്തേക്കിനും എനിക്ക് പേടിയായിപ്പോയി. ഞാൻ എല്ലാ 100 ക്വസ്റ്റ്യൻസും ഞാൻ അറ്റൻഡ് ചെയ്തതിന് ബാക്കി 2 അവർ ഉണ്ട് നമുക്ക് ബാക്കി. ഞാൻ അവിടെ വീണ്ടും ഞാൻ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എടുത്ത് 100 വിശ്വാസ പ്രമാണം ഞാൻ അവിടെ ഇരുന്ന് ഓരോ ക്വസ്റ്റ്യനും ഞാൻ ചൊല്ലി. ഈ കാശ് രൂപം എല്ലാവരുടെയും എല്ലാ മാലയും ഊരിച്ചു, പക്ഷേ എൻ്റെ കാശ് രൂപം എൻ്റെ കയ്യിൽ തന്നെ ഉണ്ടായിരുന്നു. അവരൊന്നും മേടിച്ച് വെച്ചില്ല. ഞാൻ അവിടെ ഇരുന്ന് ഓരോ ക്വസ്റ്റ്യനും ഓരോ സർവ്വശക്തിയുള്ള വിശ്വാസ പ്രമാണം ചൊല്ലി. 100 വിശ്വാസ പ്രമാണം ഞാൻ അവിടെ ഇരുന്നുകൊണ്ട് ചൊല്ലി. ഓരോ ക്വസ്റ്റ്യനും എനിക്ക് ഡൗട്ടുള്ളതെല്ലാം ഞാൻ മാറ്റിക്കുത്തി. എനിക്ക് മാതാവ് അവിടെ ഇരുന്നുകൊണ്ട് ഇന്ന ആൻസർ ഇതാണെന്നും പറഞ്ഞുകൊണ്ട് ഇത് കുത്തെന്നും പറഞ്ഞുകൊണ്ട് എൻ്റെ മൈൻഡിലേക്ക് തന്നെ വന്ന് ഞാൻ അത് മാറ്റിക്കുത്തി. റിസൾട്ട് വന്നപ്പോഴത്തേക്കിനും ഞങ്ങൾ രണ്ടും പാസ്സായി. പോകുന്ന കാര്യമാണേലും ഒരുമിച്ച് തന്നെ കയറ്റി ഞങ്ങളെ വിടണം എന്ന് തന്നെ പ്രാർത്ഥിച്ചു. ഞാൻ ഒരുപോലെ തന്നെ നാളെ ഞങ്ങൾ 7:30-ക്കാണ് ഫ്ലൈറ്റ്. വിസയും ടിക്കറ്റും എൻ്റെ കയ്യിലുണ്ട്. അവിടെ ചെന്നിട്ട്